ഇത് ടേൽസ് ആൻഡ് ടേൽസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ആൻഡ് ട്രെയിൽസ്. ഞാൻ ആര്യ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫാമിലി മെമ്പർ, ഒരു സ്പെഷ്യൽ ഫാമിലി മെമ്പറിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ 60th ബർത്ത്ഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കണ്ടിട്ടുണ്ടാവും. മൈ സ്പെഷ്യൽ ഈ സാധനത്തിൻ്റെ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും. മൈ ലിറ്റിൽ ഗേൾ പോസിങ് ഫോർ എ ഗ്രൂപ്പ് ഫോട്ടോ ലൈക്ക് എ പ്രോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എങ്ങനെയാണ് ജൂഡി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതും പിന്നെ അവള് അഡോപ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവളെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ബൈ പ്രിസില്ല പബ്സ്, അതാണ് അവരുടെ പേജ്. ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇവളെ നല്ലോണം ഇഷ്ടമായി. ഈ പ്രിസില്ല പബ്സ് അവര് ഈ ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ റീഹോം ചെയ്യുന്നതാണ് അവര് ചെയ്യുന്ന ജോലി. ഇതാണ് ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഫോട്ടോ, ഞാൻ കണ്ട ഫസ്റ്റ് ഫോട്ടോ. പിന്നെ ഇവളൊരു സൈബേറിയൻ ഹസ്കി മിക്സ് ആയിട്ടുള്ളൊരു പപ്പിയാണ്. സ്വഭാവം ഫുൾ അപ്പടി ഹസ്കിയാണ്. ആ എല്ലാ സ്വഭാവം ഉണ്ട്, ആ ട്രെയിൻ മാർക്കുള്ള എല്ലാ സ്വഭാവം ഉണ്ട്. ഭയങ്കര തർക്കുത്തരം പറയും, പിന്നെ നല്ലോണം വർത്താനം പറയും, നല്ലോണം ഹൗൾ ചെയ്യും. പിന്നെ എന്താ പറയാ, പറഞ്ഞാലൊന്നും കേൾക്കൂല. പിന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവളെ കൂടെ വിചാരിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ സൂപ്പർ ഹൈപ്പർ ആക്റ്റീവ് ഡോഗാണ്. അതുപോലെ ഇവൾ ഭയങ്കര എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ഒരാൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങനെ മലന്ന് കിടന്നു കൊടുക്കും. എന്നിട്ട് അവൾക്ക് ബെല്ലി റബ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ അങ്ങ് മലന്ന് കിടന്നു കൊടുക്കും. പിന്നെ എന്താ പറയാ, പിന്നെ ഭയങ്കര നല്ലോണം പ്ലേ ഡ്രൈവ് ഉണ്ട് ഇവക്ക്. ഇവള് പറയാൻ വിടില്ല. അപ്പോ അറ്റ് ആ ടൈം വി വർ ബ്രാൻഡ് ന്യൂ ടു US. ടൈമിങ് അത്ര ശരിയുണ്ടായിരുന്നില്ല. വി വർ ട്രൈങ് ടു ഫിഗർ ഔട്ട് അവർ ലൈഫ്. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ US എക്സ്പെൻസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നാട്ടിലേക്ക് വരണം, പിന്നെ തിരിച്ച് പോകണം. അപ്പോ ഇവളെ ഇവളെ കുട്ടി എങ്ങനെയൊക്കെ പോവും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ US വെറ്റിനറി പിൽസിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്ന ടൈം ആയിരുന്നില്ല ആ സമയത്ത്. ആ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തിട്ട് അരുണേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതെ, അരുണേട്ടൻ ഇങ്ങനത്തെ ഒരു പപ്പി ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു ആ പോസ്റ്റ് കണ്ടിട്ട്. എനിക്ക് ഇവിടെ മറക്കാനേ പറ്റുന്നില്ല. പക്ഷെ അപ്പൊ തന്നെ അരുണേട്ടൻ ദി മാൻ ഓഫ് ദി ഹൗസ് പറഞ്ഞു പറ്റൂല, ഫ്യൂച്ചറിൽ നോക്കാന്ന്. പിന്നെ എനിക്കും നമ്മളെ സാഹചര്യം അറിയുന്നതുകൊണ്ട് ഞാനും ആ റെസ്പോൺസ് റീസണബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആയി തോന്നിയതുകൊണ്ട് ഞാനും പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഞാൻ എന്റെ പാട്ടോക്കി പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും അടുത്തൊരു പോസ്റ്റ് ഇട്ടു, ലൈക്ക് ആഫ്റ്റർ 2-3 ഡേയ്സ്. അപ്പൊ പിന്നെ എനിക്ക് വീണ്ടും ഇവൾ ഓർമ്മ വന്നു. അപ്പൊ പിന്നെ ഞാൻ ഇവളുടെ അവസ്ഥ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ പേജിൽ കയറി നോക്കിയപ്പോൾ ഇവൾ എപ്പോഴും അവിടെ വെയിറ്റിംഗ് ടു ബി അഡോപ്റ്റഡ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതുവരെ ആയിട്ട് 3 മാസമായി. അവൾ ഓൾറെഡി 3 month പപ്പി ആയിരുന്നു ആ ടൈമില്. അപ്പൊ 3 മാസമായി. പിന്നെ എന്താ പറയാ, ആരും അവളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷി വാസ് ലാസ്റ്റ് ഫ്രം ദ ലിറ്റർ. ഞാൻ ചുമ്മാ അവർക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ അവര് റിപ്ലൈ ഒക്കെ അയച്ചു. റിപ്ലൈ അയച്ചിട്ട് പറഞ്ഞു ഇവൾ അവൈലബിൾ ആണ്, സാന്റിയാഗോയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവളെ കാണാൻ പറ്റും. പിന്നെ കാണാൻ പോയാൽ മാത്രം മതി, അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അവള് ചോദിച്ചു വൈ നോട്ട്, ലൈക്ക് അഡോപ്റ്റ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് കണ്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം അരുണേട്ടനോട് പറഞ്ഞു. അരുണേട്ടൻ വാസ് ഓക്കെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കോവിഡിന്റെ ടൈം ആയിരുന്നു. പിന്നെ ഒന്നൊന്നും വിചാരിച്ചില്ല, ജസ്റ്റ് കാണാൻ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോയിട്ട് വന്നതാണ്. പിന്നെ അതെ ഈ ഇരിക്കുന്ന സാധനം. ഞങ്ങള് ഈ സുരേഷ് ഗോപി പണ്ട് ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്ക എന്ന് പറഞ്ഞതല്ലേ, ഞാനും ഏട്ടനും പോയിട്ട് ജൂഡിയിൽ ഇങ്ങ് എടുത്തു വന്നു. ഇപ്പൊ അവളൊരു 5-year old ബ്യൂട്ടിഫുൾ അഡൾട്ട് ഡോഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവളെ ആദ്യമായിട്ട് കണ്ടപ്പോ ലൈക്ക് നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് ഇവൾക്ക് അങ്ങനെ ഒരു പുതിയ ആളെ കാണുന്ന പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഷീ ലിറ്ററലി ജംപ്ഡ് ഓൺ അസ്. ഫുൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എനർജി ഉള്ളൊരു പപ്പിക്കുട്ടിയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ വി ഹാഡ് 0 plans ടു അഡോപ്റ്റ്. ഞങ്ങൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതൊന്നുമല്ല. ഞങ്ങൾ ഇവർക്ക് വേണ്ട ഒരു ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡോ സപ്ലൈസോ ഒന്നും കരുതിയിട്ടില്ല വീട്ടില്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവളെയും കൂട്ടി പെറ്റ് സ്മാർട്ടിലേക്ക് പോയി. അവിടെയുള്ള പെറ്റ്സിന്റെ കടയാണത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ബെഡും ഫുഡും ഡ്രൈ ഫുഡ് വെറ്റ് ഫുഡ്
പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോകുന്ന വഴിയിൽ അവൾ കാറിൽ കയറി എൻ്റെ ഷി ലിറ്ററലി സ്ലെപ്റ്റ് ഓൺ മീ ലൈക്ക് എ ബേബി. അറ്റ് ദാറ്റ് മൊമെന്റ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹർ. എനിക്ക് ഭയങ്കര കട്ട ലവ് ആയി. ആൻഡ് വി വെയർ ഒഫീഷ്യലി ഡോഗ് പേരൻസ്. അങ്ങനെ ഈ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലെത്തിയല്ലോ. വീട്ടിലെത്തിയിട്ട് ഒരു പുതിയ വീടാണെന്നും പുതിയ ലേ ഔട്ട് ഒക്കെ കണ്ടിട്ടുള്ള ഒരു പേടിയൊന്നും ഇവക്ക് ഉണ്ടായിരുന്നില്ല. ഇവള് അപ്പൊ തന്നെ വന്നിട്ട് നമ്മള് കൊടുത്ത ടോയ്സ് ഒക്കെ വെച്ചിട്ട് ഒരു കളി തുടങ്ങി. കളി തുടങ്ങി കഴിഞ്ഞ് ഈ കളി നിക്കണേ ഉണ്ടായിരുന്നില്ല. ഇവള് കളി 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 ലൈക്ക് ഒരു ഒരു റെസ്റ്റ് ഇല്ലാത്ത കളിയായിരുന്നു. അങ്ങനെ കളിച്ചുകൂടെ ഇരിക്കായിരുന്നു. പിന്നെ ഈ യന്ത്രം എങ്ങനെയെങ്കിലും നിർത്തണ്ടേ, രാത്രിയായി, ഉറങ്ങണ്ടേ. ഇവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ഞങ്ങളും രാത്രി കുറേ നേരം ഇരുന്ന് ഇവളൊന്നിച്ച് കളിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങി. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടക്ക് പ്രശ്നം അതൊന്നുമല്ല, പ്രശ്നം ഫുഡായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു വന്ന ഫുഡൊന്നും ഇവള് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ അപ്പോഴും പിന്നെ രാത്രി വേറെ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുട്ട കൊത്തി കൊടുത്തു നോക്കി, അതും കഴിച്ചില്ല. പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ച് കൊടുത്തു നോക്കി, അതും കഴിച്ചില്ല. പിന്നെ അപ്പോഴേക്കും നമ്മൾ രാത്രി ഇതിൻ്റെ ഇടയിൽ ഒരു 24/7 സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കനും ബീഫും വാങ്ങിച്ച് ഗ്രൗണ്ടഡ് വാങ്ങിച്ചിട്ട് അത് കുറച്ച് ഇതുപോലെ വേവിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അത് ഇരുന്ന് കഴിച്ചു കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സമാധാനമായി. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ കൊടുത്ത ഫുഡ് ഒരൊറ്റയടിക്ക് കഴിച്ച് തീർക്കുന്നുള്ള പരിപാടിയില്ല. എൻ്റെ അമ്മയ്ക്ക് വേറെ 2 പട്ടികളുണ്ട്. അപ്പോൾ ആ ഡോഗ്സ് ഒന്ന് ലാബും പിന്നെ ഒന്ന് ഡാഷും പിന്നെ നാടൻ്റെ ഒരു മിക്സാണ്. അവൻ എന്ത് കൊടുത്താലും കഴിക്കും. ലൈക്ക് ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും എന്തും കഴിക്കും. അപ്പം ഞാൻ ഈ ജൂഡീനെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കരുണയുടെ അടുത്ത് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഡോഗ്സിന് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നും വരില്ല, അവരെന്ത് കൊടുത്താലും കഴിക്കും. എൻ്റെ അമ്മേൻ്റെ ഡോഗ് അവർ എന്താ പറയുക, എന്ത് കൊടുത്താലും കഴിക്കും. ഈവൻ ഉപ്മാവ് വരെ കഴിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം തെറ്റി. ഇവള് എക്സസൈസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ആ ഫുഡ് അവിടെ ഇരുന്ന് തണുത്ത് അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ലൈക്ക് ബീഫോ ലൈക്ക് എന്ത് കൊടുത്താലും അവള് കഴിക്കുന്ന പരിപാടിയില്ല. അവൾക്ക് വേണമെങ്കിൽ മാത്രമേ അവള് കഴിക്കൂ. അതുപോലെ അവൾക്ക് ആവശ്യമുള്ള അത്രേ അവള് കഴിക്കുള്ളൂ. അവളെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മണി ബാക്കി ഉണ്ടെങ്കിലും അതുപോലും അവളെ തൊടില്ല. അത് ചെറുപ്പത്തിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവള്. അങ്ങനെ കുറച്ച് വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ട്രെയിനിങ്സ് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ലൈക്ക് സിറ്റ് ഡൗണ്, ലിമിറ്റ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവളെ പഠിപ്പിച്ചു. പക്ഷെ ഇവരെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എസ്പെഷ്യലി ഹസ്കി ആയതുകൊണ്ടേ ഇവർ അറ്റൻഷൻ സ്പാനൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് സൈഡിൽ കൂടെ എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫുഡാണെങ്കിൽ പോലും അത് അവിടെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇവളെ പഠിപ്പിച്ചെടുക്കാന്ന് പറയുന്ന സമയത്ത് പിന്നെ ഇവള് ഫുഡ് ഡ്രിവൺ ഒരു പെറ്റല്ല. ലൈക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് ട്രെയിൻ ചെയ്യിക്കാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞങ്ങള് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് ഹൈ വാല്യൂ ട്രീറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവൾക്ക് ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അവളെ ഫേവറേറ്റ്. അങ്ങനെ ആ ഹൈ വാല്യൂ ട്രീറ്റും പിന്നെ എന്താ പറയാ, ഇവർക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടോയ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടിയിരുന്ന ക്രേറ്റ് ട്രെയിനിങ് ആയിരുന്നു. ഞങ്ങൾ അവളെ ക്രേറ്റ് ട്രെയിനിങ് കുറച്ച് പെട്ടെന്ന് തന്നെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ നന്നായി പഠിച്ചു. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ US ഇപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവളെയും കൊണ്ടാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇവള് കൂടുതൽ നേരം ക്രേറ്റിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവള് ക്രേറ്റ് ട്രെയിനിങ് ഒക്കെ നന്നായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പോട്ടി ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവള് വീടിൻ്റെ അകത്തൊന്നും അപ്പിയിടോ മൂത്രയ്ക്കോ ഒന്നും ചെയ്യില്ല. അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ അവളെ പുറത്ത് കൊണ്ടുപോകാറാണ് സാധാരണ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അപ്പാർട്ട്മെന്റ്സിലൊക്കെ US നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ മാറ്റിന്റെ മേലെ തന്നെ അവൾ പോവും. അല്ലാതെ വേറെ അവിടെ എവിടെയൊന്നും അവള് ഇതാക്കാറില്ല. അപ്പൊ അതൊക്കെ അവള് നന്നായി തന്നെ ചെയ്തു. പിന്നെ കുറച്ച് കഷ്ടപ്പെടും. പിന്നെ ഹസ്കി അല്ലേ, പിന്നെ അവരുടെ ആ സ്വഭാവം നല്ല സ്വഭാവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കേൾക്കാത്തത്. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതെ നമ്മളോട് തിരിച്ചു പറയുന്നത് ഇതെന്നാ. ഇപ്പൊ നമ്മൾ സിറ്റ് എന്ന് പറയുന്ന സമയത്ത് അപ്പൊ തന്നെ ഒബീഡിയന്റ് ആയിട്ട് അവർ സിറ്റ് ഒന്നും ചെയ്യില്ല. തിരിച്ച് 2 എന്നൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും അവള് ഒരു സിറ്റ് ചെയ്യുന്നത്. അവളും കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ ട്രെയിനിങ് സക്സസ്ഫുൾ ആവുള്ളൂ. അതായത് അവള് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവളും കൂടി വിചാരിക്കണം. അതുപോലെ അവള് ചെയ്യണമെന്നുണ്ടെങ്കിലും അവള് തന്നെ വിചാരിക്കണം. ഇവള് വന്നതിന് ശേഷം നമ്മള് എന്താ പറയാ, നമുക്കായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, കുറച്ചൊന്ന് വർക്ക് ചെയ്താലോ
അല്ലെങ്കിൽ കുറച്ചൊന്ന് പഠിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയിരിക്കുമ്പോൾ ഇവള് നമ്മളെ വിടൂല. ഇവള് അപ്പൊ തന്നെ അവളുടെ ഒരു ബോളും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരും, കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് നമ്മളെ അടുത്ത് വരും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് കളിക്കണം. കളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവക്കൊരു സ്വഭാവമുണ്ട്, ഇവള് വേണമെങ്കിൽ പോയി കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിൽ ടേബിളിന്റെ അടിയിലോ പോയി ഇരിക്കും, എന്നിട്ട് അവിടെ കിടന്ന് പൈ ആക്കിക്കൊണ്ടിരിക്കും. അപ്പോ എന്താ പറയാ, നമ്മൾ കുറച്ചു നേരം കളിക്കണം. പിന്നെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഡോഗ് പാർക്കിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇവളുടെ എനർജി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മാത്രമേ ഇവളെ ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇവക്ക് ഇവളൊന്ന് കുറച്ച് ഓടാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അവളെ പുറത്തൊക്കെ കൊണ്ടുപോകും. ദേ ഇപ്പൊ തന്നെ നിങ്ങളെ കണ്ടില്ലേ, ഇവള് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പതുക്കിയേ കഴിക്കുള്ളൂ. അത് അവക്ക് വേണ്ടത് മാത്രമേ അവള് കഴിക്കുള്ളൂ. അവളിങ്ങനെ സാധാരണ പട്ടികളെ പോലെ ലൈക്ക് പെട്ടെന്ന് എല്ലാം ബ്ലക്ക് 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 ആക്കിയിട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ലൈക്ക് നോക്ക് എന്ത് പതുക്കിയാണറിയാം അവള് കഴിക്കുന്നത്. ഞാൻ ഇവിടെ കാണിച്ചില്ല. ഈ കൊടുത്ത ഫുഡ് എന്ന് പറയുന്നത് ചിക്കനും പിന്നെ ചോറും പിന്നെ കുറച്ച് പംകിനും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അത് അരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഞാൻ ഇവക്ക് എന്താ ഫുഡ് കൊടുക്കണേന്നുള്ളൊരു റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഈ ഫുഡിന്റെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുക്കേ. അപ്പോ ആ തൈര് അവളുടെ ഫേവറേറ്റാ. അപ്പൊ ആ തൈരിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ആ ഫുഡൊക്കെ കഴിക്കും. ദേ അവൾക്ക് നേരത്തെ കൊടുത്ത ഫുഡില്ലേ, അത് അവള് കഴിച്ചിട്ട് ഇത്രയും അവള് ബാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവര് വേണ്ടത് മാത്രമേ കഴിക്കുള്ളൂ. ഇത് ഇപ്പൊ കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിച്ചാൽ ഇപ്പൊ എന്താ. പക്ഷെ അവക്ക് അത്ര കഴിച്ചപ്പോ മതിയായി, പിന്നെ ബാക്കി അവിടെ വെച്ചു. പിന്നെ ഇത് എപ്പോഴാണാവോ കഴിക്കുക. ഇവള് വന്നതിന് ശേഷം ലൈഫ് തന്നെ നല്ലോണം മാറി കേട്ടോ. കുറച്ച് ആളെനക്കൊക്കെ വീട്ടിൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ടൈം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയില്ല ഇവള് വന്നതിന് ശേഷം. അത് പോരാത്തതിന് ഇവര് നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒന്നിച്ച് വരും. എന്ത് വിഷു, എന്റെ ബാപ്പു, എന്താ വേണ്ടേ. അതിൻ്റെ അടുക്ക് അവൾക്ക് അവളുടെ അച്ഛൻ അപ്പുറത്ത് മിച്ചർ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് മണപ്പിച്ച് ഞാനാണോ കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നതാ. അങ്ങനെ ദ 1 week went well. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എവിടെയും കൂട്ടി ആദ്യത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ യോസെമിറ്റി നാഷണൽ പാർക്കിലേക്ക് ഇൻ കാലിഫോർണിയ നമ്മൾ ട്രിപ്പ് പോയി. ഒരു 3 day ട്രിപ്പായിരുന്നു. ഫസ്റ്റത്തെ ഡേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൾ അപ്പിയൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പി ഇടുന്ന സമയത്ത് കുറച്ച് ലൂസായിരുന്നു. അപ്പോ ഞങ്ങള് വിചാരിച്ചു ഫുഡ് കഴിക്കാത്തതുകൊണ്ടും പിന്നെ എന്താ പറയാ, ഞങ്ങള് ഡ്രൈ ഫുഡ് ആയിരുന്നു ആ സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നെ. അപ്പൊ ചിലപ്പോ ഈ ഫുഡിന്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങള് കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരു സമാധാനം. പിന്നെ വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കളിക്കുന്നതിനൊന്നും ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോ ഞങ്ങൾ വീണ്ടും ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് എടുത്തപ്പോൾ വീണ്ടും അപ്പിയിടാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ അവൾ അപ്പിയിട്ടപ്പോൾ നല്ലോണം ലൂസായിട്ടായിരുന്നു പോയെ. ലൈക്ക് ലിറ്ററലി ഭയങ്കര ലൂസായിട്ടായിരുന്നു പോയത്. അപ്പൊ നമുക്ക് മനസ്സിലുള്ള വയറിന് എന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ അവൾക്ക് എന്താ വയ്യായി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ഒരു സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അവൾ അപ്പിയിട്ടപ്പോൾ ഇറ്റ് വാസ് ക്ലിയർ വാട്ടർ. ലൈക്ക് അപ്പി ഒരു യെല്ലോയിഷ് ഒന്നുമില്ല, സാധാ വെള്ളം പോലെ അവൾ അപ്പിട്ടു. അത് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പോയി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ തന്നെ നമ്മൾ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് നേരെ അടുത്തുള്ള ഒരു വെറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഡോക്ടർ അവിടെ കുറച്ച് ടെസ്റ്റ് ഒക്കെ റൺ ചെയ്തു, ബ്ലഡ് ടെസ്റ്റും പിന്നെ എന്താ പറയുക അപ്പി ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു പാർവാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ അടുത്തല്ല, നമുക്ക് കുറച്ച് ദൂരെയാണ് ആ സ്ഥലം. അപ്പൊ ഞങ്ങൾ തിരിച്ച് അവർ പറഞ്ഞു നമുക്ക് കുറച്ച് IV കൊടുക്കാം. IV ഫ്ലൂയിഡ് കൊടുത്തതിന് ശേഷം അവൾ കഴിക്കും. പിന്നെ അവൾ കംപ്ലീറ്റ്ലി കഴിക്കലൊക്കെ നിർത്തി, വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ IV കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് IV കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവളെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ നമ്മളെ ലോക്കൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മൾ അവളെ കൂട്ടി പോകാറ് സാധാരണ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് പിന്നെ അവിടെ 4 days അവർ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വിത്ത് വാട്ട് എവർ ലിറ്റിൽ വി ഹാഡ് വി പെയ്ഡ് ഓഫ് ദ ബിൽസ്.
പിന്നെ 4 ദിവസം ഇവള് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആള് വീണ്ടും സെറ്റായി. ആള് വീണ്ടും കളി തുടങ്ങി. പിന്നെ കളിയായി. പിന്നെ സൂമീസായി. പിന്നെ ഒന്നും പറയണ്ട. അവള് ഫുൾ ഹെൽത്തി ബേബി ആയിട്ട് തന്നെ അവള് തിരിച്ചു വന്നു. അങ്ങനെ ഇവളെ അഡോപ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവക്ക് വേണ്ട ഷോർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് പാഗോ. അപ്പൊ തന്നെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇവളെ കൂട്ടി നടത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് വാക്കിനൊക്കെ പോവും. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൊടുത്തോ ഇല്ലയോ ഷോർട്സ് കൊടുക്കണം മസ്റ്റായിട്ട്. അതല്ല, ലൈക്ക് ഈ പപ്പി ആയിരിക്കുന്ന ടൈമില് ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ അങ്ങനെ നടത്തിക്കാൻ പോവേണ്ട കാര്യമില്ല. ബിക്കോസ് ഇവര് ഈ കുഞ്ഞു കുട്ടി പപ്പീസ് അല്ലേ, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ബിൽഡായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇറ്റ്സ് ഈസി ഫോർ എ വൈറസ് ലൈക്ക് പാർവോ ടു ഹിറ്റ് ഹാർഡ്. അത് കാരണം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക, അധികം നടത്തിക്കാനൊന്നും പോകണ്ട. എസ്പെഷ്യലി ഡോഗ്സിനൊക്കെ കൂടുതൽ നടത്തിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ, ഞങ്ങൾ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഈച്ച് ആൻഡ് എവറി അപ്പാർട്ട്മെന്റിലും അവർക്ക് പെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ടൈമിൽ അവരെ നടത്തിക്കാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സേഫ്. അപ്പോൾ ഫ്യൂ ഡേയ്സ് ഇൻ ഹോസ്പിറ്റൽ, ലോട്ട്സ് ഓഫ് വറി, ലോട്ട്സ് ഓഫ് പ്രേയേഴ്സ്. ഞങ്ങളെ ജോഡി തിരിച്ച് വീണ്ടും ഹെൽത്തി, വൈൽഡ് ആൻഡ് ഫുൾ ഓഫ് സൂമീസ് തന്നെ ആയിട്ട് തിരിച്ചു വന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫ്രം എ ടൈനി റെസ്ക്യൂ പപ്പ്. ഫ്രം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തൊട്ട് ഇവിടെ വരെ, ദിസ് ഈസ് ഹൗ മൈ ലിറ്റിൽ ടോർണാഡോ കെയിം ഇൻ ടു അവർ ലൈഫ്. അപ്പോൾ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മൈ ജൂഡീസ് ബേബി ടെയിൽ. മോർ സ്റ്റോറീസ് ആൻഡ് ട്രെയിൽസ് ആർ കമ്മിങ് സൂൺ. അപ്പോൾ അതുവരെ, until then, see you guys. Bye. Take care. Signing off, Arya.